ഇത് നമ്മുടെ ESD-യിൽ ഫോർത്ത് മൊഡ്യൂളിൽ മോട്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഇതിൽ ഒരു ഇൻ എ വർക്ക്ഷോപ്പ് 115 HP 400 volt 3-phase 50 Hz motor is to be installed. Prepare the estimate of quantity of material required and its cost with a layout of wiring. The plan of the workshop is shown in figure. അപ്പോൾ ഇതിൽ നമുക്ക് കോസ്റ്റിംഗ് ആവശ്യമില്ല, നമുക്ക് എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം കോസ്റ്റിംഗ് നമ്മുടെ സിലബസിൽ വേണ്ട, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാം. ഇനി പ്ലാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. MB എന്ന് പറയുന്നത് മെയിൻ ബോർഡാണ്, അത് കഴിഞ്ഞ് MS എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ടർ, പിന്നെ MF മോട്ടോർ ഫൗണ്ടേഷൻ. അതിൻ്റെ ലേഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ വരിക, ഒരു സിംഗിൾ മോട്ടർ ഉള്ളെങ്കിൽ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രം ഇതുപോലെയാണ് വരിക. അതായത് സപ്ലൈ വരുന്നു, അതൊരു മെയിൻ സ്വിച്ചിലേക്ക് വന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കം ദ മോട്ടോർ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരിക, മോട്ടോർ സ്വിച്ചിലേക്ക്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും, സ്റ്റാർട്ടർ കഴിഞ്ഞാൽ മോട്ടറാണ്. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ ഉണ്ട്. അത് ഏത് ടൈപ്പ് മോട്ടറാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ ഒരു ലോ റേറ്റിംഗ് ഉള്ള ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കാം. പിന്നെ അപ് ടു 15 HP നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. പിന്നെ ഹൈ റേറ്റിംഗ് ആണെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. പിന്നെ സ്ലിപ്പ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ നമുക്ക് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. സീരീസ് മോട്ടർ ആണെങ്കിൽ 2 പോയിന്റ് സ്റ്റാർട്ടർ. കോമ്പൗണ്ട് മോട്ടേഴ്സ് അല്ലെങ്കിൽ ഷണ്ട് മോട്ടർ ആണെങ്കിൽ 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ ഏതാണ് നമ്മുടെ മോട്ടർ ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/2 HP അല്ലെങ്കിൽ 1 HP മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പോൾ 5 HP അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈസ് ഓഫ് വയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ മെയിൻ സ്വിച്ച്, അതുപോലെ മെയിൻ സ്വിച്ചിൽ നിന്ന് മോട്ടോർ സ്വിച്ചിൽ നിന്ന് അതുപോലെ സ്റ്റാർട്ടറിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന വയർ ഏതാണെന്നാണ് വയറിൻ്റെ സൈസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അത് വയറിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുൾ ലോഡ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ലോഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 15 HP മോട്ടറാണ്. അത് മോട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് 15 HP. അപ്പോൾ നമ്മൾ ആദ്യം മോട്ടറിൻ്റെ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ HP നമ്മൾ ആദ്യം വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മെട്രിക് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ 15 × 735.5 ചെയ്യണം. ഇപ്പം അങ്ങനെ മെട്രിക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ HP വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് 746 ആണ്. അപ്പോൾ 15 × 746 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് വാട്ട്സിൽ കിട്ടും. ഇനി അതിന് നമ്മൾ ഇൻപുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എഫിഷ്യൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും, അല്ലെങ്കിൽ നമ്മൾ ഒരു 85% എഫിഷ്യൻസി അസ്യൂം ചെയ്യുക. അപ്പോൾ റേറ്റഡ് HP × 735 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടി, ഇൻപുട്ട് പവർ. ഇനി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് പവർ ഡിവൈഡഡ് ബൈ √3 × വോൾട്ടേജ്. 3 ഫേസ് മോട്ടർ ആയതുകൊണ്ടാണ് √3 × വോൾട്ടേജ്. അപ്പോൾ √3 × 415. അതുപോലെ √3 × വോൾട്ടേജ് × പവർ ഫാക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ പവർ ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യണത് ഒരു 0.8 ആണ് പവർ ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യണത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 23.1 ആണ്. ഇനി നമ്മൾ എപ്പോഴും മോട്ടറിന്റെ കേബിൾ സൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിന്റെ 1.5 ടൈംസ് കറണ്ട് നമ്മൾ എടുക്കണം. കാരണം സ്റ്റാർട്ടിങ് കറണ്ട് എപ്പോഴും മോട്ടറിന്റെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കിട്ടുന്ന കറണ്ട് ഫുൾ ലോഡ് കറണ്ട് × 1.5 ചെയ്യാം. അപ്പോൾ 34.6 ആംപിയർ ആണ് നമുക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ ഈ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കേബിൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേബിൾ സെലക്ട് ചെയ്യാൻ നമുക്ക് ടേബിൾ ഉണ്ട്. ഇതാണ് അതിൻ്റെ ടേബിള്. ഇത് നമുക്ക് എക്സാമിന് കൊണ്ടുപോകാം. ഈ ടേബിള് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് കോപ്പർ കേബിളാണ്. കോപ്പർ കേബിള് സൈസ് നമ്മൾ ഇവിടെ കറണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് എത്ര 34.6 ആണ്. അപ്പോൾ 34.6ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ
കേബിളിൽ നോക്കുക, 36 ആംബിയർ ആണ് വരുന്നത്. 34 പോയിന്റിനേക്കാളും മുകളിൽ വരുന്ന 36. അപ്പോൾ 36ന് നമ്മൾ യൂസ് ചെയ്യുന്നത് 7 ബാർ 1.12 mm² കോപ്പർ കണ്ടക്ടർ, ഓർ if you are selecting aluminum wire, then the current rating is 43 ആണ് വരുന്നത്. അപ്പോൾ 7 ബാർ 1.7 mm അലുമിനിയം കണ്ടക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 7 ബാർ 1.7 mm അലുമിനിയം കണ്ടക്ടർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സൈസ് ഓഫ് കോൺഡ്യൂട്ട് ആണ്. അപ്പോൾ സൈസ് ഓഫ് കോൺഡ്യൂട്ട് നമുക്ക് മെയിൻ ബോർഡ് ടു മോട്ടോർ സ്വിച്ച് വരെ നമുക്ക് 3 വയേഴ്സ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. സപ്ലൈ 3 വയർ RYB വന്നു. മെയിൻ സ്വിച്ചിൽ നിന്ന് മോട്ടോർ സ്വിച്ചിലേക്ക് RYB 3 വയേഴ്സ് തന്നെയാണ് ഉണ്ടാവുക. അവിടുന്ന് സ്റ്റാർട്ടറിലേക്ക് 3 വയർ ഉണ്ടാവും. ഇനി സ്റ്റാർട്ടറിൽ നിന്ന് മോട്ടറിലേക്ക് 6 വയർ ഉണ്ടാവും, കാരണം സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണ്. അപ്പോൾ സ്റ്റാറിലേക്കും ഡെൽറ്റയിലേക്കും കൺവേർട്ട് ചെയ്യാൻ ടെർമിനൽസ് 6 വരുമല്ലോ. അപ്പോൾ 6 വയേഴ്സ് ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മെയിൻ സ്വിച്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടർ വരെ 3 കണ്ടക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പൊ 3 കണ്ടക്ടേഴ്സിന് നമുക്ക് 3 കണ്ടക്ടേഴ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺഡ്യൂട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ കോൺഡ്യൂട്ട് സൈസിന് വേണ്ടിയിട്ടുള്ള ചാർട്ടാണ് ഇവിടെ. ഇതാണ് കോൺഡ്യൂട്ട് സൈസ് സെലക്ട് ചെയ്യാനുള്ള ചാർട്ട്. ഇത് നമുക്ക് എക്സാമിന് കൊണ്ടുപോകാം. അപ്പൊ ഇതിൽ നമുക്ക് വന്നിട്ടുള്ള കണ്ടക്ടർ എന്ന് പറയുന്നത് 7 ബാർ, നമ്മുടെ കണ്ടക്ടർ സൈസ് വന്നത് 7 ബാർ 1.7 ആണ്. അപ്പൊ 7 ബാർ 1.7ല് നമുക്ക് 3 കണ്ടക്ടറെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ 7 ബാർ 1.7ന്റെ റോ നോക്കുക, അതില് 3 കണ്ടക്ടർ ബെൻഡില്, ഇത് സ്ട്രെയിറ്റ്, S എന്ന് പറയുന്നത് സ്ട്രെയിറ്റും B എന്ന് പറയുന്നത് ബെൻഡാണ്. അപ്പൊ നമ്മൾ ബെൻഡ് എടുത്താൽ മതി കോൺഡ്യൂട്ട്. ഇത് ബെൻഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ബെൻഡ് കോൺഡ്യൂട്ട് ബെൻഡില് വരുന്നത് 3 വരുന്നത് ഇവിടെ 3 വരുന്നുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 31.8 mm കോൺഡ്യൂട്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് മെയിൻ സ്വിച്ച് തൊട്ട് മോട്ടോർ സ്വിച്ച് സ്റ്റാർട്ടർ വരെ നമ്മൾ അതായിരിക്കും ഉപയോഗിക്കുക, 31.8 mm. ഇനി സ്റ്റാർട്ടർ തൊട്ട് നമ്മൾ മോട്ടോർ വരെ നമുക്ക് 6 കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 6 കണ്ടക്ടേഴ്സിന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 7 ബാർ 1.7ല് 6 കണ്ടക്ടേഴ്സ് വരുന്നത് 38 mm കോൺഡ്യൂട്ട് ആണ്. അപ്പൊ 38 mm കോൺഡ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റേറ്റിംഗ് ഓഫ് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മെയിൻ സ്വിച്ചിനും വേണം, അതുപോലെ മോട്ടോർ സ്വിച്ചിനും വേണം. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാർട്ടിംഗ് കറണ്ട് നമുക്ക് വന്നത് 34.6 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സ്വിച്ച് അതുപോലെ മോട്ടോർ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് 60 ആംബിയർ 500 വോൾട്ടിന്റെ TPIC സ്വിച്ച് ആണ്. ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ്, 3 ഫേസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നോർമൽ റേറ്റിംഗ്സ് വരുന്നത് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റിന്റെ 15 ആംബിയർ, 30 ആംബിയർ, 60 ആംബിയർ, 100 ആംബിയർ ആണ്. അപ്പൊ നമുക്ക് 34.6 ആയതുകൊണ്ട് നമ്മൾ 60 ആംബിയറിന്റെ സെലക്ട് ചെയ്തു. ഇനി ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് വയറിംഗ് ഡയഗ്രാം. വയറിംഗ് ഡയഗ്രാം ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ വരയ്ക്കണം. അപ്പൊ ഇത് മീറ്ററിൽ നിന്ന് മെയിൻ സ്വിച്ചിൽ നിന്ന് സ്റ്റാർട്ടറിൽ നിന്ന് ഇതുപോലെ മോട്ടർ. ഇനി ഇവിടെ RYB 3 കണ്ടക്ടേഴ്സ് ആണ് ഉണ്ടാവുക. പിന്നെ 4ാമത്തെ കാണുന്നത് നമ്മുടെ എർത്ത് വയർ ആണ്. ഓക്കെ, എർത്ത് വയർ ഇതിന്റെ ബോഡിയിലാണ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഈ ഡോട്ട് കാണിക്കുന്നത്. അതുപോലെ മെയിൻ സ്വിച്ചിലേക്ക് വന്നു, സ്റ്റാർട്ടറിലേക്ക് വന്നു, സ്റ്റാർട്ടറിൽ നിന്ന് മോട്ടറിന്റെ ബോഡിയിലേക്കും വന്നു. അത് എർത്ത് വയർ കേട്ടോ. ഇനി നമ്മൾ ലെങ്ത് ഓഫ് കോൺഡ്യൂട്ട് ആണ്. ലെങ്ത് ഓഫ് കോൺഡ്യൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ സ്വിച്ച് ബോർഡ് എത്ര ഹൈറ്റിലാണ് വെക്കേണ്ടത്, അതുപോലെ കോൺഡ്യൂട്ട് പൈപ്പ് മുകളിൽ പാസ് ചെയ്യുന്ന എത്ര ഹൈറ്റിലാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. നോർമലി നമ്മൾ മോട്ടോർ സ്വിച്ച് ഒക്കെ വെക്കുക 1.5 മീറ്റേഴ്സ് എബോവ് ദ ഫ്ലോർ ലെവലാണ് എടുക്കുക. അതുപോലെ ഹൈറ്റ് ഓഫ് ദ കോൺഡ്യൂട്ട്, നമ്മൾ കോൺഡ്യൂട്ട് പൈപ്പ് മുകളിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൈറ്റ് നോർമലി 3 മീറ്റേഴ്സ് ആണ് എടുക്കുക. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ സീലിംഗ് തന്നിട്ടുണ്ടെങ്കിൽ സീലിംഗ് എന്ന ഒരു 0.5 മീറ്റേഴ്സ് താഴെയായിട്ടാണ് നമ്മൾ കോൺഡ്യൂട്ട് പൈപ്പ് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹൈറ്റ് തരാത്തതുകൊണ്ട് നമുക്ക് 3 മീറ്റർ ആണ് കോൺഡ്യൂട്ട് റണ്ണിന്റെ ഹൈറ്റ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ അത് നമ്മൾ അസ്യൂംഷൻ നമ്മൾ എഴുതണം. ഓക്കെ,
ഇനി അതിന് ശേഷമാണ് നമ്മൾ കോൺഡ്യൂട്ടിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കോൺഡ്യൂട്ടിന്റെ ലെങ്ത് ഏകദേശം നമ്മൾ നോക്കുക. ആദ്യം ഇവിടെ മീറ്റർ ബോർഡ് ഉണ്ടാവും വോളുമ്പ്, അവിടെ നിന്ന് മുകളിലേക്ക് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഒരു 1.5 മീറ്റേഴ്സ് മുകളിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഈ ലെങ്ത് നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ട് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ലെങ്ത് എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 30 ആണ്. അപ്പോൾ 30ന്ന് ഒരു 2 മീറ്റേഴ്സ് ഇവിടെ പോയി, ഇവിടെ ഒരു 4 മീറ്റർ പോവാണ്. അപ്പോൾ 26 മീറ്റേഴ്സ് ഏകദേശം MB തൊട്ട് MS വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ 26 ഒരു 26 മീറ്റേഴ്സ് എടുത്തു. ഇനി അവിടെ നിന്ന് താഴെ ഇതുപോലെ നേരെ ഇറങ്ങിയിട്ട് മോട്ടോർ സ്വിച്ചിലേക്ക് വരണം. അപ്പോൾ അവിടെയും നമ്മളൊരു 1 മീറ്റർ 1.5 മീറ്റേഴ്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 32 മീറ്റേഴ്സ് വരും. അത് എക്സാക്റ്റ് കറക്റ്റ് വാല്യൂ തന്നെ വരണമെന്നൊന്നുമില്ല. ഏകദേശം ഇതിനോട് അടുത്തുള്ള ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാം, എന്നിട്ട് എഴുതാം. ഒരു 20% എക്സ്ട്രാ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ലെങ്ത് ഓഫ് 38 mm കോൺഡ്യൂട്ട്, അത് ഇതുപോലെ തന്നെ ആദ്യം മോട്ടോർ സ്വിച്ചിൽ നിന്ന് മുകളിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടറിലേക്ക് വരണം. സ്റ്റാർട്ടറിൽ നിന്ന് പിന്നെ 38 mm കോൺഡ്യൂട്ട് നമുക്ക് സ്റ്റാർട്ടറിൽ നിന്ന് നേരെ മോട്ടറിലേക്കുള്ള ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കോൺഡ്യൂട്ടിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും ഒരു 20% എക്സ്ട്രാ വേസ്റ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതും കൂടി എടുക്കാം. ഇനി ലെങ്ത് ഓഫ് വയറും ഇതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വയറാവുമ്പോൾ നമുക്ക് ആ ഒരു ലെങ്ത്, കോൺഡ്യൂട്ടിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഡ്യൂട്ടിന്റെ ലെങ്ത് ഇൻറ്റു എത്ര വയേഴ്സ് ആ കോൺഡ്യൂട്ടിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് ഓഫ് വയർ കിട്ടും. ഇനി ലെങ്ത് ഓഫ് എർത്ത് വയറാണ്. എർത്ത് വയർ നമ്മൾ എപ്പോഴും ഒരു മോട്ടറിന് 2 സെപ്പറേറ്റ് എർത്ത് ഇലക്ട്രോഡ്സ് കൊടുക്കണം എന്നാണ് ഈ റൂള്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 സെപ്പറേറ്റ് എർത്ത് ഇലക്ട്രോഡ്സ് ആർ പ്രൊവൈഡഡ്. ഇനി അതിൻ്റെ നമ്മൾ എത്ര SWGയുടെ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എത്രയാണ്, GI വയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഹാൻഡ് ബുക്കിൽ നമുക്കൊരു ടേബിൾ ഉണ്ട്. ഹാൻഡ് ബുക്കിലെ ടേബിളാണ് ഇതിൽ ഹാൻഡ് ബുക്കിൽ ടേബിൾ നമ്പർ 28. അതിനകത്ത് സൈസ് ഓഫ് കേബിൾസ് ആൻഡ് എർത്തിങ് കണ്ടക്ടേഴ്സ് ഫോർ മോട്ടോഴ്സ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ 15 HP മോട്ടർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട എർത്തിങ് കണ്ടക്ടർ സൈസ് 10 SWGയുടെ വയറാണ് നമ്മൾ കേബിൾ സൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ അത് എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, ലെങ്ത് ഓഫ് എർത്ത് വയർ നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളത് എഴുതാം. ഇത്രയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.